വഖഫ് ഭേദഗതിയുടെ മർമ്മത്തിൽ പിടിച്ച സുപ്രീം കോടതി. പരാതികളിൽ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ വഖഫ് സ്വത്ത് ഡീനോട്ടിഫൈ ചെയ്യുന്നത് ശരിയല്ല. വഖഫ് ബോർഡിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തിയതും തെറ്റ്. ഹിന്ദു സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് ചീഫ് ജസ്റ്റിസ്. ഇടക്കാല ഉത്തരവ് നാളെ. വഖഫിൽ കേന്ദ്രത്തിനെതിരെ സിറോ മലബാർ സഭയും. ഭേദഗതിക്ക് മുനമ്പം വിഷയം പരിഹരിക്കാനാവാത്തതിൽ നിരാശയുണ്ടെന്ന് അവിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടുകൂടെ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും അതുവഴിയായി ഈ ഭൂമി ഇവർക്ക് റവന്യൂ അവകാശങ്ങളോടുകൂടെ ലഭിക്കുമെന്നുമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഫലദായകമാകുന്നില്ല എന്നുള്ളത് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്. മുനമ്പം സമരസമിതിയെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച് പ്രധാനമന്ത്രിയെ വിശ്വാസമെന്ന സമരക്കാർ. പുതിയ നിയമത്തിനെതിരെ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ മഹാറാലി. കെ രാഗേഷിനെ പുകഴ്ത്തിയ ദിവ്യ എസ് അയ്യർക്കെതിരെ കോൺഗ്രസ്. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയെന്ന് കെ മുരളീധരൻ. വീഴ്ചയുണ്ടെന്ന് ഭർത്താവ് KS ശബരിനാഥൻ. പറഞ്ഞതിൽ ഉറച്ച ദിവ്യ. പിന്തുണയുമായി മുഖ്യമന്ത്രി. ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നു. ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല, അവരുദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ മതി. പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. BJP ഓഫീസിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു. പോലീസും MLAയും തമ്മിൽ വാക്കേറ്റം. ക്ഷേത്രോത്സവങ്ങളിൽ വീണ്ടും രാഷ്ട്രീയം. കോടതി നിർദ്ദേശം അവഗണിച്ച് കൊല്ലം പൂരത്തിൽ ഹെഡ്ഗേവാറിന്റെ ഫോട്ടോ. RSS സ്ഥാപകന്റെ ചിത്രമുയർത്തിയത് കൊല്ലം പുതിയകാവ് കുടമാറ്റത്തിനിടെ. പോലീസ് കേസെടുത്തു. വിശ്വസ്തരെ കൈവിടാതെ മുഖ്യമന്ത്രി. MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചു. കള്ളമൊഴി കൊടുത്തതിന് അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള ശുപാർശ കിട്ടിയില്ലെന്ന് പിണറായി വിജയൻ. CBI അന്വേഷണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന KM എബ്രഹാമിന്റെ കത്ത് കിട്ടി.